ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കല്ലുമ്മക്കായ നിറച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നോമ്പായിട്ട് കല്ലുമ്മക്കായെല്ലാം കിട്ടിയാൽ കുറച്ച് പണി തന്നെയാണ്. എന്നാലും കല്ലുമ്മക്കായ എപ്പോൾ കിട്ടിയാലും അത് വേണ്ടാന്ന് പറയാൻ തോന്നില്ല. വാങ്ങിക്കട്ടേന്ന് ഹസ്ബൻഡും ആങ്ങളെല്ലാം ചോദിക്കുമ്പോൾ പണിയാണെങ്കിലും നോമ്പെടുത്താലും കല്ലുമ്മക്കായ വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ് കല്ലുമ്മക്കായനോടുള്ളൊരു എന്താ പറയുക, അതെത്ര പണിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അത് വാങ്ങാനും ഉണ്ടാക്കാനെല്ലാം ഒരിഷ്ടം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പായിട്ട് ഒരുപാട് പണിയുണ്ട് പെൻഡിങ്ങിൽ. ആ സമയത്ത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എനിക്ക് മാർക്കറ്റിൽ പോയാലോ എനിക്ക് കല്ലുമ്മക്കായ വേണമെന്ന്. ഒരുപാട് പണി പെൻഡിങ്ങിൽ ഉണ്ടായിട്ടും കല്ലുമ്മക്കായെന്ന് കേട്ടേരം ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും വാങ്ങുന്നൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കല്ലുമ്മക്കായ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കല്ലുമ്മക്കായനോട് ഉള്ള ഒരിഷ്ടം കൊണ്ട് ഒരിക്കലും അത് വേണ്ടാന്ന് വെക്കാൻ തോന്നില്ല. അപ്പോൾ നല്ല ക്ലീനിങ്ങിന് നല്ല പണി തന്നെയാണ്. പ്രത്യേകിച്ച് നോമ്പല്ലേ, നോമ്പിൻ്റെതായ മറ്റുള്ള പണികളെല്ലാം ഒരുപാടുണ്ട്. പകൽ സമയം കുറച്ച് ഫ്രീ ആണ്, എന്നാലും പിന്നെ കല്ലുമ്മക്കായൻ്റെ പണി ഞാൻ നോമ്പ് തുറന്നിട്ട് തന്നെ എടുക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ലോണം കഴുകി, ഒരുപാട് കച്ചറ ഉണ്ടായിരുന്നു അതിൻ്റെ തോടിൻ്റെ പുറത്ത്. അപ്പോൾ ഒരുപാട് കച്ചറയുള്ള കല്ലുമ്മക്കായ്ക്ക് നല്ല ഇറച്ചി ഉണ്ടാവുന്ന അനുഭവത്തിൽ കണ്ടത്. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരുന്ന കല്ലുമ്മക്കായിൽ ഉള്ളിൽ ഇറച്ചി കുറവായിരിക്കും. നമ്മൾ പറയാൻ ഈ മുരു എന്ന് പറയും, ഈ തോടിൽ നല്ല മുരുവുള്ളതാണെങ്കിൽ ഇറച്ചി ഉണ്ടാവും, കുറച്ച് വെയിറ്റും ഉണ്ടാകും. കല്ലുമ്മക്കായ തൊട്ടാലറിയും അത് വെയിറ്റുള്ള കല്ലുമ്മക്കായ്ക്ക്. നമ്മളിപ്പോൾ ഒന്നെടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ കല്ലുമ്മക്കായ്ക്ക് ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ ഇറച്ചി ഉണ്ടെന്ന്. ചിലത് പോട് പോലെ ഉണ്ടാവും, അതിൽ തീരെ ഇറച്ചി ഉണ്ടാവില്ല. കല്ലുമ്മക്കായെല്ലാം വാങ്ങുമ്പം തന്നെ നോക്കിയിട്ട് വാങ്ങാൻ പഠിക്കണം. പറ്റിക്കൽസിൻ്റെ ഉസ്താദുമാരെ കല്ലുമ്മക്കായ വെക്കുന്ന ചില ആൾക്കാരെ, നല്ല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ ഇത് നല്ലത് മാത്രം തുറന്നിട്ട് ഇറച്ചി കാണിച്ചു തരും, അത് മാത്രം മേലെ വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും മൊത്തത്തിലെല്ലാം നല്ലതായിരിക്കും. ചിലപ്പം അടിയിലെല്ലാം വളരെ ഭയങ്കര മോശമായിരിക്കും, തീരെ ഇറച്ചിയൊന്നുമില്ല. ചിലപ്പം തലേന്നത്തതായിരിക്കും അവർ കൊണ്ടുപോയി വെക്കാൻ, കഴുകി വൃത്തിയാക്കി മുഞ്ചാക്കിയിട്ട് ഇങ്ങനെ മുന്നിൽ വെക്കും. അങ്ങനെ ഇത് കല്ലുമ്മക്കായ ഫുൾ ക്ലീൻ ചെയ്ത് പിന്നെ അതിൻ്റെ പുറമേയുള്ള അതെല്ലാം പരണ്ടി ഉള്ളും നല്ലോണം തുറന്ന് ഉള്ളും നല്ലോണം വൃത്തിയാക്കണം. നല്ലോണം കഴുകിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ടാപ്പിന് താഴെ വെച്ച് കൊടുത്തിട്ട് തന്നെ ഓരോന്നും കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ മാവ് റെഡിയാക്കണ്ടേ. അപ്പോൾ പണ്ടത്തെ പോലെ, പണ്ടെല്ലാം കല്ലുമ്മക്കായ ഉണ്ടാക്കുമ്പോൾ ഇപ്പം കുറച്ച് ഈസി പണിയില്ല. പണ്ട് അരിയെല്ലാം പുതിർത്തി എന്നിട്ട് അത് ഇളം ചൂടുവെള്ളത്തിൽ പുതിർത്തി എന്നിട്ട് അതിൽ തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം ഇട്ടിട്ട് അരച്ച് എടുക്കണം. അമ്മിയൊന്നും അരച്ചെടുക്കുന്നതായിരിക്കില്ല. കുറച്ച് 10-15 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, 10-20 വർഷം. പക്ഷേ ഇപ്പോൾ നാൾ കഴിയുന്തോറും ഈസി എല്ലാം ആയിട്ടുള്ള അല്ലേ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ജ്യൂസ് അടിച്ച് വെറും തേങ്ങയും പിന്നെ ഉള്ളിയും ജീരകവും മാത്രം ജ്യൂസ് അടിച്ചിട്ട് നമ്മളതിലേക്ക് പൊടി ചേർത്തിട്ട് എടുക്കലാണ്. അപ്പോൾ പൊടി എന്ന് പറയുമ്പോൾ ഈ നൈസ് പത്തിരിൻ്റെ പൊടി മാത്രം എടുക്കാൻ പറ്റില്ല, പിന്നെ കുറച്ച് പുട്ടുപൊടിയും കൂടി ചേർത്തണം. നൈസ് പത്തിരിൻ്റെ നേരിയ പൊടി മാത്രമാണെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും, അത് കടിക്കുമ്പോൾ ഭയങ്കര നേർന്ന അരിയാകുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് തരിതരിപ്പായിട്ടുള്ളതാകുമ്പോൾ രസം ഉണ്ടാവുന്നു. കല്ലുമ്മക്കായിനെ പറ്റി പറയുമ്പോൾ നമ്മൾ തലശ്ശേരി, മാഹി, പിന്നെ കണ്ണൂർ അവരോടൊന്നും അങ്ങനെ ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ള ആൾക്കാരോട് ഇങ്ങനെ പറയുന്നത്, കല്ലുമ്മക്കായി ഇന്നും അറിയാത്ത കഴിക്കാത്തെല്ലാം ചില ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചില കമൻസെല്ലാം വായിക്കുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഒരു കല്ലുമ്മക്കായൻ്റെ വീഡിയോ എടുത്തല്ലേന്ന്. അപ്പോൾ ഇതാ രണ്ട് മാതിരി അരി നമ്മൾ പൊടിപ്പിക്കൂലേ, ഒന്ന് നൈസ് പത്തിരിക്കും പൊടിപ്പിക്കും, പുട്ടിനും പൊടിപ്പിക്കും. അപ്പോൾ കുറച്ച് നൈസ് പത്തിരി പൊടി കുറച്ച് കുറവും പുട്ടുപൊടി കുറച്ച് കൂടുതലായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കാൻ. അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചിട്ട്, അപ്പോൾ കുറച്ച് പച്ചരി പൊടി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ പച്ചരി പുതിർത്തിയിട്ട് അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചാലും മതി. അപ്പോൾ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ചോറ് എന്താ പറയുക,
കുറച്ചൊരു സോഫ്റ്റ് ആയിപ്പോൾ അധികം സോഫ്റ്റ് രസം ഉണ്ടാവില്ല. കല്ലുമ്മക്കായ് കുറച്ച് കട്ടിയ രസം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമോ, ചിലർക്ക് കുറച്ച് കട്ടിയുള്ളതാണ് ഇഷ്ടമോ. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ് എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് നറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെല്ലാം പണി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഈസി തന്നെയാണ്. പിന്നെ ഇത് അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് കുറച്ച് പണി കൂടുതലായി ഈ കല്ലുമ്മക്കായ് ഉണ്ടാക്കൽ. തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നി ഈ കല്ലുമ്മക്കായ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാ. ആണുങ്ങളായാലും പെണ്ണായാലും കുട്ടികളായാലും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലോ ഈ കല്ലുമ്മക്കായ്. പ്രത്യേകിച്ച് കല്ലുമ്മക്കായനെ കൊണ്ട് പലതും ഉണ്ടാക്കും. കല്ലുമ്മക്കായ് ചോറുണ്ടാക്കും, കല്ലുമ്മക്കായ് ഉച്ചക്ക് ചോറിന് പിന്നെ തേങ്ങ അരച്ച കറി വെക്കും. എല്ലാം ഭയങ്കര തേങ്ങ അരച്ച കറിയിൽ അപാര ടേസ്റ്റാണ്. പണ്ട് കാലത്ത് നമ്മളെല്ലാം ഉമ്മാമെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ പിന്നെ മടി കൊണ്ട് ഈ കല്ലുമ്മക്കായ് എപ്പോൾ കിട്ടിയാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉച്ചക്കത്തെ ചോറും കറിയൊന്നും വലിയ ഇഷ്ടമില്ലല്ലോ. പിന്നെ ഇങ്ങനെ നിറച്ചിട്ട് പൊരിച്ചിട്ട് വൈകുന്നേരത്തെ ചായക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാമായിട്ട് ഉപയോഗിക്കും നമ്മുടെ നാട്ടിൽ. പിന്നെ പക്ഷെ ഇതിന് ഏറ്റവും മാച്ചിങ് എനിക്ക് തോന്നുന്നത് വൈകുന്നേരം സ്നാക്കായിട്ട് ഉപയോഗിക്കലാണ്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നിറച്ചിട്ട് അടിച്ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനുള്ള പഴയ അടിച്ചമ്പേ പറ്റൂ, കാരണം ഒരുപാട് ഉണ്ടാവും കല്ലുമ്മക്കായ് നിറച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ വലുതന്നെ വേണം. അപ്പോൾ ഇപ്പം വരുന്ന പുതിയ ചെമ്പെല്ലാം നമ്മളിപ്പോൾ ഇഡ്ഡലി തട്ടെല്ലാം കുറച്ച് സൈസ് ചെറുതായിരിക്കുമല്ലോ, അതിലൊന്നും പറ്റില്ല. ഇത് കല്ലുമ്മക്കായ് നിറച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഒരുപാടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ വേവിച്ചെടുക്കാൻ എളുപ്പം നമ്മളടുത്ത് പഴയ അടിച്ചമ്മ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുക്കൽ തന്നെ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് അരി നിറച്ചിട്ട് ഇതിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മളീ പുറത്തുനിന്ന് വാങ്ങുന്ന ഇപ്പോൾ എന്താ പറയുക, നോമ്പിനായാലും അല്ലാത്ത സമയത്തെല്ലാം പുറത്ത് കല്ലുമ്മക്കായ് പൊരിച്ചത് അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ അല്ലാതെ പിന്നെ പുറത്ത് പോയി കഴിക്കാമെന്നല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊന്നും അതിന് കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനങ്ങനെ പുറത്ത് പോയാൽ കല്ലുമ്മക്കായ് പൊരിച്ചൊന്നും അധികം കഴിക്കലില്ല. കാരണം എന്താ പറയുക, കുറച്ച് മായം ചേർത്തിട്ട് ഒരു ശരിയായൊരു കല്ലുമ്മക്കായ് പൊരിച്ചതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും എനിക്കൊരിക്കലും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയൊക്കെയായാലും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കൊടുക്കലൊന്നുമില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് എപ്പോഴും ഉണ്ടാക്കൽ തന്നെയാണ്. നമ്മൾ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം. പിന്നെ നല്ലോണം തേങ്ങ ചേർത്തണം, അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. തേങ്ങയിലും ജീരകത്തിലെല്ലാം ഇതിൻ്റെ ടേസ്റ്റ്. ഉള്ളി അധികം അങ്ങനെ ചേർത്തണമെന്നൊന്നുമില്ല. തേങ്ങ എത്രത്തോളം ഉണ്ട് അത്രയും നല്ലത്. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നറുക്കാൻ പാടില്ല. ഇതിൽ കുറച്ചതിനെ ചെറുതാക്കിയിട്ട് മൂടിയിട്ട് ഉള്ളിൽ നറുക്കുന്ന കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഒരുപാട് മലർത്തി വെച്ചിട്ട് ഇങ്ങനെ നറുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ അരിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് വരാൻ, കല്ലുമ്മക്കായൻ്റെ ഒരു ഇറച്ചിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് അരിയേ പാടുള്ളൂ. പിന്നെ അങ്ങനെ ഞാനിത് കല്ലുമ്മക്കായ് ഫുള്ളായിട്ട് നിറച്ചിട്ട് വെക്കട്ടെ. നമ്മളെ ഈ എന്താ പറയുക, കുറച്ചങ്ങോട്ട് തെക്കോട്ടൊന്നും ഇങ്ങനെ കല്ലുമ്മക്കായ് കൂടുതൽ ഇങ്ങനെ നിറച്ചിട്ട് ഉപയോഗിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നി, മലബാർ ഏരിയയിൽ. പ്രത്യേകിച്ച് കണ്ണൂർ, തലശ്ശേരി, മാഹി, വടകര അങ്ങനെയുള്ള സ്ഥലങ്ങളിലായി കല്ലുമ്മക്കായ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു സ്ഥലം. ബാക്കിയുള്ള നാട്ടിലൊന്നും ഇങ്ങനെ കല്ലുമ്മക്കായ് നിറച്ചതൊന്നും എനിക്ക് വലിയ തോന്നുന്നില്ല എപ്പോഴും ഉണ്ടാക്കുന്നതൊന്നും. അപ്പോൾ ഇതാ പറഞ്ഞ് നിറക്കുന്ന ഫുള്ളും ഞാൻ വീഡിയോ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ അത്രത്തോളം കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സംസാരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുള്ളും നിറച്ച്, ഇനിയിപ്പോൾ ഇത് മൂടാൻ പറ്റുന്ന അത്രയും
ഒരുപാട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുടി മൂടാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇതിപ്പോൾ കറക്റ്റാണ്, ഞാൻ കല്ലുമ്മക്കായ് കറക്റ്റാണ് എൻ്റെ, അതുകൊണ്ട് ഇത് പിന്നെ മൂടാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഈ പഴയ അടച്ചം തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനും അതും നിറച്ചിട്ട് അകത്തേക്ക് പോയി കുറച്ച് റെസ്റ്റ് എടുത്ത്. കാരണം ഇത് കണ്ടില്ല, ഒരുപാട് സമയം നിന്നിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ അരപ്പ് ചേർത്താനും അത് നിറച്ചെടുക്കാനെല്ലാം കുറച്ച് പണിയാണ്. കാലിൻ്റെ ഒരു പരുവത്തിലാവും കാല്. അപ്പോൾ അതങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നോക്കി കല്ലുമ്മക്കായ്. പിന്നെ ശരിക്കും ഒരു 1/4 മണിക്കൂറോളം ഇതിങ്ങനെ വേവാൻ വേണ്ടിയിട്ട്, അരമണിക്കൂറിലധികം തന്നെ ഉണ്ട് വേവാൻ വേണ്ടിയിട്ട്. വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ട, അപ്പോൾ ഇത് വെന്തെന്ന് അർത്ഥം. കുറച്ചൊരു യെല്ലോ കളർ അടിച്ചിട്ട് തോട് വിട്ട് വരും, അപ്പോൾ ഇത് ശരിക്കും വെന്തെന്ന് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ആറാൻ വെക്കണം, ചൂടോടെ എടുക്കാൻ പറ്റില്ല. ചൂടോടെ എടുക്കുമ്പോൾ തോട് എന്തായാലും കളയുമ്പോൾ ഇറച്ചി ആയിരുന്നു വേഗം അടർന്നു പോരും തോടിൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് ആറി തണുത്തിട്ട് എടുക്കുമ്പോൾ ഇത് ഇറച്ചി വിട്ടിട്ട് കിട്ടാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മൾ ആ സമയത്ത് തന്നെ പൊരിച്ചിട്ട്, ഇപ്പോൾ ഡിന്നറല്ലേ, പൊരിച്ചിട്ടിങ് എടുക്കും. പിന്നെ നമ്മൾ ഇപ്പം കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ. പക്ഷേ ബാക്കി പകുതി നമ്മളത് ഫ്രിഡ്ജിൽ വെക്കും. കല്ലുമ്മക്കായ് പൊരിക്കുമ്പം ചെറിയ ചീനച്ചട്ടീനേക്കാളും നല്ലത് കുറച്ചധികം എല്ലാം പൊരിക്കുമ്പോൾ കുറച്ച് വലിയ പിന്നെ പാത്രം തന്നെ വെച്ചിട്ട് അതിലിട്ട് പൊരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചധികം നമുക്ക് ഇടാൻ പറ്റും. ചെറുതാകുമ്പോൾ ഒരു 3-4 ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയിട്ട് പൊരിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി പകുതിയോളം എടുത്തിട്ട് പൊരിച്ചു. പിന്നെ അങ്ങനെ ഇതാ നമ്മളെ കല്ലുമ്മക്കായിൻ്റെ പണിയെല്ലാം തീർന്ന്. അപ്പോൾ കുറച്ചധികം പണി തന്നെ ഇത്. തിന്നാൻ ടേസ്റ്റ് ആണെങ്കിലും പണി കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാം പൊരിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ഗുണമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, കല്ലുമ്മക്കായ് വാങ്ങിച്ചാൽ അത് പിറ്റേന്ന് എടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. വേവിച്ചിട്ട് ആറി തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലേ, പൊരിച്ചിട്ടൊന്നും വെക്കൂല. എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് അത് പൊരിക്കുമ്പോൾ നന്നായിട്ട് കിട്ടും അത്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായും കുറച്ച് പൊരിച്ച്, നോമ്പല്ലേ അപ്പോൾ രാത്രിയത്തെ ഫുഡിന് മുട്ട സിർക്കയും കറിയും ഉണ്ടാക്കിയതിനും ബീഫും, അപ്പോൾ അതും റെഡിയാക്കി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പം ഇത്രയും കല്ലുമ്മക്കായിൻ്റെ മാത്രം റെസിപ്പി പറഞ്ഞു തരാനായിട്ട് എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നൊരു കാര്യം, പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.